നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 21-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സിദെക്കീയ രാജാവ് മൽക്കിയാവിന്റെ മകനായ പശൂരിനെയും യോസയാവിന്റെ മകനായ സെഫന്യാ പുരോഹിതനെയും യിരെമ്യാവിന്റെ അടുക്കൽ അയച്ചു. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തന്റെ സകല അത്ഭുതങ്ങൾക്കും ഒത്തവണ്ണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കും എന്ന് പറയിച്ചപ്പോൾ യിരെമ്യാവിന് യഹോവയിൽ നിന്ന് ഉണ്ടായ അരുളപ്പാട്. യിരെമ്യാവ് അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ സിദെക്കീയാവോട് ഇപ്രകാരം പറയണം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മതിലുകൾക്ക് പുറമേ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽദയരോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിന്റെ നടുവിൽ കൂട്ടും. ഞാൻ തന്നെയും നീട്ടിയ കൈകൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രതയോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും. അവർ മഹാമാരിയാൽ മരിക്കും. അതിനുശേഷം യഹൂദ രാജാവായ സിദെക്കീയാവെയും അവന്റെ ഭൃത്യന്മാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി, വാൾ, ക്ഷാമം എന്നിവയ്ക്ക് തെറ്റി ഒഴിഞ്ഞവരെ തന്നെ ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. അവൻ അവരോട് ക്ഷമയോ കനിവോ കരുണയോ കാണിക്കാതെ അവരെ വാളിന്റെ വായ്ത്തല കൊണ്ട് സംഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ ഈ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുമെന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ഞാൻ എന്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ വെച്ചിരിക്കുന്നത് എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. യഹൂദ രാജഗൃഹത്തോട് നീ പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പീൻ. ദാവീദ് ഗൃഹമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷം നിമിത്തം എന്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുവീൻ. താഴ്വരയിലും സമഭൂമിയിലെ പാറയിലും പാർക്കുകയും ആർ ഞങ്ങളുടെ നേരെ വരും, ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ സൈന്യം യെരുശലേമിനെ വളഞ്ഞപ്പോൾ സംഭവിച്ചവയാണ് ഈ 21-ാം അധ്യായത്തിലുള്ളത്. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ കാലത്ത് നെബൂഖദ്നേസർ വന്ന് യഹൂദയെ തോൽപ്പിച്ചതിനാൽ യഹോയാക്കീം 3 വർഷം ആശ്രിതനായി കപ്പം കൊടുത്തു. യഹോയാക്കീമിന് ശേഷം യഹോയാക്കീന്റെ കാലത്ത് വീണ്ടും ബാബേൽ രാജാവ് വന്ന് ദേവാലയത്തിലെ പൊന്നും വെള്ളിയും ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും കവരുകയും യഹോയാക്കീനെയും 10,000 ആളുകളെയും ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. യഹോയാക്കീനിന്റെ ചിറ്റപ്പനായ സിദെക്കീയാവെ ശേഷിച്ച ദുർബലരായവർക്ക് രാജാവാക്കി. വാഴ്ചയുടെ 9-ാം ആണ്ടിൽ ബാബേൽ രാജാവ് സർവ്വസൈന്യവുമായി വന്ന് നിരോധിച്ച കാര്യമാണ് 21-ാം അധ്യായത്തിന്റെ ആദ്യവാക്യങ്ങൾ. ഈ നിരോധനം 2 വർഷം നീണ്ടു. ഇത് 2 രാജാക്കന്മാരുടെ പുസ്തകം 24-25 അധ്യായങ്ങളിലുണ്ട്. 9-ാം ആണ്ടിൽ സിദെക്കീയാവ് മൽക്കിയാവിന്റെ മകൻ പശൂര്, യോസയാവിന്റെ മകൻ സെഫന്യാവ് എന്നീ പുരോഹിതരെയും കുറെ ആളുകളെയും യിരെമ്യാവിന്റെ പ്രാർത്ഥനാ സഹായത്തിനായി അയച്ചു. യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് വിപരീതമായിരുന്നു. ദൈവം തന്നെ യഹൂദയോട് യുദ്ധം ചെയ്യും. ക്ഷാമവും മഹാമാരിയും ഇവിടെ വരുത്തും. മനുഷ്യർ മൃഗങ്ങളും സംഹരിക്കപ്പെടും. ജനം വലയുവാനിടയാകും. യിരെമ്യാവ് പറഞ്ഞ, നിങ്ങൾ ബാബേൽ രാജാവിനോട് ക്ഷമായാചനം ചെയ്ത് യോജിക്കണം എന്നായിരുന്നു. പക്ഷെ അത് ശരിയായ പ്രവചനമാണെന്ന് അവർക്ക് തോന്നിയില്ല. പണ്ട് ഫറവോനെ
ദൈവം തോൽപ്പിച്ചു ഇസ്രായേലിനു വേണ്ടി. വന്ന വഴിക്ക് ബാശാൻ രാജാവായ ഓഗിനെയും ഹെശ്ബോൻ രാജാവായ സീഹോനെയും തോൽപ്പിച്ചു. അതിനുശേഷം കനാൻ നാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ 31 രാജാക്കന്മാരെ ദൈവം സംഹരിച്ചു. അവർക്ക് പ്രബലരായിരുന്നു. അതിനുശേഷം ഫിലിസ്ത്യരെ എത്രയോ വട്ടം ദാവീദ് തോൽപ്പിച്ചു. അതുപോലെ ശലോമോൻ, അതിനുശേഷം ഉണ്ടായ രാജാക്കന്മാരൊക്കെ ചുറ്റുമുള്ള രാജ്യങ്ങളെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ദൈവം ഇസ്രായേലിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ബാബേൽ രാജാവിന് കീഴ്പ്പെട്ട് ബാബേൽ രാജാവിൻ്റെ അടിമത്വത്തിലേക്ക് വീണ്ടും പോവുക എന്നുള്ളത് അത് വചനവിരുദ്ധമായിട്ട് അവർക്ക് തോന്നി. പണ്ടവർ ഈജിപ്തിൻ്റെ അടിമകളായിരുന്നു, അവിടുന്ന് ദൈവം വിടുവിച്ചതാണ്. വീണ്ടും മറ്റൊരു രാജ്യത്തിൻ്റെ പ്രജാതികളുടെ അടിമകളാക്കാൻ ഇടയാക്കുമോ എന്നായിരുന്നു അവർ സംശയിച്ചത്. പക്ഷെ ദൈവം പറഞ്ഞത് ഈ ദേവാലയം ഉൾപ്പെടെ തീ വെച്ച് നശിപ്പിക്കുവാൻ ബാബേൽ രാജാവിനെ ഞാൻ അനുവദിക്കും എന്നായിരുന്നു യിരെമ്യാവിലൂടെ അറിയിച്ചത്. പക്ഷെ അത് സിദെക്കീയാവിന്, അതുപോലെ പുരോഹിതന്മാർക്ക്, മറ്റു പ്രവാചകന്മാർക്കൊന്നും സ്വീകാര്യം ആയിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും ഗുണത്തിനായിട്ടാണ്. ദൈവത്തിൻ്റെ ശാസന തലയ്ക്കെണ്ണയായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. പാപം ചെയ്ത ആളുകളെ ശിക്ഷിക്കാതിരിക്കാൻ ദൈവത്തിന് സാധിക്കയില്ല. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ അനുദപിക്കണം, അതുപോലെ മടങ്ങി വരണം. ബാബേൽ രാജാവിൻ്റെ കീഴിലേക്ക് ആ രാജ്യത്തേക്ക് ഇസ്രായേലിനെ അയക്കുന്നത് അവരുടെ ശുദ്ധീകരണത്തിനാണ്. അതൊരു ചികിത്സയാണ്. അവരുടെ പിന്മാറ്റത്തെ ദൈവം ചികിത്സിക്കുകയാണ്. ബാബേലിൽ ചെന്ന് കുറെ കാലം ജീവിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ദൈവം നൽകിയ കനാൻ നാടിൻ്റെ നന്മ മനസ്സിലാകുകയുള്ളൂ, അവരനുദപിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യിരെമ്യാവിലൂടെ ദൈവം അറിയിച്ചത്, നിങ്ങൾ ബാബേൽ രാജാവിന് കീഴ്പ്പെട്ട് ബാബേലിലേക്ക് പോക എന്ന്. അത് സംഭവിക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം ധന്യനായ ഏകാധിപതിയാണ്, നീതിമാനാണ്. നമ്മുടെ ദൈവമാണ്, നമ്മുടെ പിതാവാണെങ്കിലും അവൻ്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് നമ്മളാണ് ദൈവത്തിനായി നമ്മളെ തന്നെ ഒരുക്കേണ്ടത്. നമ്മുടെ സംസാരവും പെരുമാറ്റവും ചിന്തകളും അത് ദൈവത്തിന് നിരക്കുന്നതായിരിക്കട്ടെ, ദൈവപ്രസാദകരമായിരിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.